ശ്രീ പ്രശാന്ത്, ഈ CJP-യുടെ സമരത്തിന് നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട്. വിദേശ ഫണ്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് എവിടെ നിന്നൊക്കെ ഒഴുകുന്നു എന്നുള്ള കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഇതിൽ ഏതാണ്ട് ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള സഹായമുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം കൃത്യതയുണ്ട്? പാകിസ്ഥാൻ്റെ മാത്രമല്ല, പാകിസ്ഥാൻ്റെ ട്വിറ്റർ ഹാൻഡിലും ഒക്കെ ഇതിനുവേണ്ടി രാവിലില്ലാതെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഇതിനകത്ത് വിദേശ ശക്തികളുടെ വലിയ ഇടപെടലുണ്ട്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം US-ൻ്റെ എംബസി US പൗരന്മാർക്ക്, ഇന്ത്യയിലെ പൗരന്മാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തു. ഈ സമരം നടക്കുന്ന ഇടങ്ങൾ കാണിച്ചുകൊണ്ടും ട്രെയിൻ യാത്ര ചൂണ്ടിക്കാണിച്ചുകൊണ്ടും 17-ാം തീയതിയാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. 20-ാം തീയതി നിങ്ങൾ ഇന്ന ഇടങ്ങളിൽ പോകാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 20-ാം തീയതി നടക്കുന്ന സമരത്തിന് അമേരിക്കക്കാരന് അറിയാൻ പറ്റുന്ന ഒരവസ്ഥ എന്തൊക്കെ സംഭവിക്കുമെന്നും, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ എത്രത്തോളം വലിപ്പത്തിലാകുമെന്നും വലിപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്നും പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ അതിനകത്ത് വിദേശ ഇടപെടലില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനവും രഹസ്യാന്വേഷണ സംവിധാനവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അത്ര മോശം ഒന്നും അല്ലല്ലോ. അവർക്ക് പോലും കണ്ടെത്താൻ പറ്റിയില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മിന്നൽ പണിമുടക്ക് പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിലേക്ക് വരുമെന്ന്. അത് പരാജയപ്പെട്ടിടത്താണ് 17-ാം തീയതി 20-ാം തീയതി തൊട്ട് ഈ രീതിയിലുള്ള കലാപ അന്തരീക്ഷം ഡൽഹിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, ഈ സമരം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേരുൾപ്പെടെ, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ, മറ്റ് പല ജന്തർ മന്തർ ഉൾപ്പെടെയുള്ള പേരുൾപ്പെടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് വിദേശ ഇടപെടൽ ഈ പറയുന്ന സമരത്തിൻ്റെ പിറകിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായത്, സമരത്തിനകത്ത് സമരം തുടങ്ങിയതിന് ശേഷം, ഈ കലാപം തുടങ്ങിയതിന് ശേഷം വന്നെത്തുന്ന ആൾക്കാരുടെ ഒരു പിന്തുണ, അവരുടെ മുദ്രാവാക്യം, നരേന്ദ്രമോദിയെ കൊന്നിട്ട് അയാളുടെ നെഞ്ചത്ത് കയറിയെന്ന് വായിൽ മൂത്രമൊഴിക്കണമെന്ന് പറയുന്ന വിദ്യാർത്ഥികളും, അല്ലെങ്കിൽ നീ ഹിന്ദു റിപ്പോർട്ടറാണോടാ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് പെൺകുട്ടികളായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടർമാരെ പോലും ക്രൂരമായിട്ട് CJP എന്ന് പറയുന്ന ആൾക്കാർ മർദ്ദിക്കുകയും അവരുടെ ഉടുപ്പ് വലിച്ചു കീറുകയും. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ, കേരളത്തിലെ മാധ്യമങ്ങളിലുള്ള വരാത്ത പോലീസുകാരെ മർദ്ദിച്ച് നിലത്തിട്ട് ചവിട്ടുന്നു, പോലീസുകാരെ വാളൂങ്ങി ഖാലിസ്ഥാൻ പതാക ഉപയോഗിച്ചിട്ടുള്ളവർ അവിടെ നിൽക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ വന്നിരിക്കുന്നത് 10 കോടി രൂപ നരേന്ദ്രമോദിയെ താഴെ ഇറക്കുന്നതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു ട്വിറ്ററിലൂടെ. അതായത് ആര്? പന്നുൻ. അയാൾ താമസിക്കുന്നത് അമേരിക്കയിലാണ്, ഖാലിസ്ഥാൻവാദിയാണ്, ഭീകരവാദിയാണ്, അവനെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. അവൻ പറഞ്ഞിരിക്കുന്നത് ഡൽഹിയെ തീർക്കണം, മോദിയെ തീർക്കണം. അത് മാത്രം പോരാ, ഡൽഹി തകർക്കണം, മോദി ഇറങ്ങണം എന്നുള്ളതിൻ്റെ ആഗ്രഹത്തിനപ്പുറം അത് പൂർണ്ണമാവണമെങ്കിൽ ഇന്ത്യ തുണ്ടം തുണ്ടമായിട്ട് വിഭജിക്കണം. ഇന്ത്യ തുണ്ടം തുണ്ടമായിട്ട് വിഭജിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിൽക്കൂ, നിങ്ങൾക്ക് 10 കോടി രൂപ ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഖാലിസ്ഥാൻ പ്രൊമോഷന് കാനഡയും അമേരിക്കയും ഒക്കെ വലിയ വലിപ്പത്തിൽ കൊടുക്കുമ്പോൾ, ഇപ്പം അവർക്ക് പോലും വിഷയമായിട്ട് വരുമ്പോൾ പോലും അവർക്ക് വേണ്ട രീതിയിലുള്ള സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അറിയാമല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിൻ്റെ പിറകിലുള്ള ഖാലിസ്ഥാൻ്റെ ഒരു ഇടപെടി, അതിനകത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അത്തരത്തിൽ ഒരു കൊലപാതകം നടത്തുന്നതിന് വേണ്ടിയും വേണ്ട വിധത്തിലുള്ള സംരക്ഷണം അന്ന് ഒരുപക്ഷെ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്ത് അമേരിക്ക ആയിരുന്നുള്ള രീതി വരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തും ഈ പന്ന്യു ഒരുപാട് കാര്യങ്ങൾ. അതായത് ഞാൻ പറയാൻ വരുവാണ്, ഇപ്പം പല സമയങ്ങളിലും പല കലാപങ്ങളിലും വിദേശ ഇടപെടലും പന്നുനും ജോർജ് സോറസിനും അല്ലെങ്കിൽ ചൈന ഫണ്ടും ഒക്കെ വരുമെന്ന് പറഞ്ഞപ്പോഴും വന്നിട്ടുള്ളപ്പോഴും ഇവിടുത്തെ NGOസിനെയും ഇതുപോലുള്ള ഈ നമ്മൾ നോക്കുമ്പോൾ പുറമേ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരും രാജ്യത്തെ രക്ഷിക്കാനും യുവാക്കളെ സംരക്ഷിക്കാനും ഇന്ത്യക്കകത്ത് നടക്കുന്ന അനീതി എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വ്യാഖ്യാനം കൊണ്ട് ജനം ശ്രദ്ധിക്കുന്ന ആൾക്കാരെ എടുത്ത് മുന്നിൽ വെച്ച് അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുത്തുള്ള പ്രചരണം നടത്തിയായിരുന്നു. ആ പ്രചരണത്തിൻ്റെ ഒരു പരിധിവരെയുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിജയമായിരുന്നു 2024 400-ൽ പുറത്ത് സീറ്റ് കിട്ടി അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചിരുന്ന നരേന്ദ്രമോദി പോലും അവസാനം സീറ്റിൻ്റെ എണ്ണം നോക്കിയോ 3, അതിന് മുമ്പ് പ്രാവശ്യം 2 വട്ടം 2014-ലും 2019-ലും ഒറ്റയ്ക്ക് BJP ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ ഭരിക്കാൻ പറ്റാത്ത ഒരു ഇടം വന്നില്ലേ? അല്ലെങ്കിൽ പ്രതിപക്ഷം അത്രയും വലിപ്പത്തിലായില്ലേ? അതിന് പിന്നെ പരിശോധിച്ചപ്പോഴാണല്ലോ മോദിക്ക് മനസ്സിലായത് താഴെ തട്ട് വരെ
ജോർജ് സോറസിൻ്റെ ഫണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളെ മൊത്തം ഒരു ലേഖനം എഴുതുന്നതിന് 30,000 രൂപ തൊട്ട് ഫണ്ട്, അല്ലെങ്കിൽ NGOസിൻ്റെ മൊത്തം പ്രവർത്തനത്തിന് കോടിക്കണക്കിന് രൂപ, താഴെ തട്ട് വരെ ഈ പറയുന്ന ഇടത്ത് ഇവരുടെ പ്രവർത്തനം, അവരുടെ വ്യാജ പ്രചരണം, അവരുടെയൊക്കെ വാഗ്ദാനങ്ങൾ, ഇതൊക്കെ ഒരു പരിധി വരെ ഫലം ചെയ്തു. അതുകൊണ്ടാണ് UP 38 സീറ്റ് അഖിലേഷ് യാദവിനും അല്ലെങ്കിൽ 12 സീറ്റോളം കോൺഗ്രസിനും ഒക്കെ വന്നത്. അപ്പം അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഡീപ് സ്റ്റേറ്റിനെക്കാട്ടി വലിയൊരു സംവിധാനം BJPക്ക് ഇവിടെ അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ RSS അവസാന ഘട്ടത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് RSS താഴെത്തട്ടിൽ ഇറങ്ങി 4 പേരെ വെച്ച് ഒരു മീറ്റിങ്ങിനകത്ത് 4 പേര് മാത്രമേ ഉള്ളതുള്ളൂ. RSSന്റെ പ്രതിനിധി പിന്നെ 4 പേരും. ഇതുപോലെ ലക്ഷക്കണക്കിന് കുടുംബയോഗങ്ങൾ കൂടിയാണ് ഇത് തിരിച്ച് ഭരണത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം RSS വളരെ കൃത്യമായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് പിന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇതേ രീതിയിലേക്കുള്ള വിജയം വന്നുകൊണ്ട്. അപ്പം അതേ രീതിയിലേക്കുള്ള ഒരു മൂവ്മെന്റ് വളരെ കാലം കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് പലവട്ടം പാളിയ ഒരു മൂവ്മെന്റ് ഏകദേശം അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ സക്സസ് ആയിക്കൊണ്ട് വരുന്ന ഒരു 2-3 ദിവസം കൊണ്ട് സക്സസ് റേറ്റ് അതിനകത്ത് കാണിക്കുന്നോ അല്ലെങ്കിൽ ഞങ്ങൾ സക്സസ് ആണോ എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഓരോരുത്തൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സമരങ്ങളിലും ഇതുപോലെ BJP ആദ്യമേ ഒന്ന് വിട്ടുകൊടുക്കും. നമ്മൾ കണ്ടിട്ടില്ലേ നല്ല വടംവലിക്കാരെങ്ങനെയാണ് ചെയ്യുന്നത് സാറേ, നല്ലതുപോലെ ടൈറ്റായി നിൽക്കുമ്പം ഒന്ന് വിട്ടുകൊടുക്കും, അപ്പം അവൻ്റെ സ്റ്റാൻഡ് ഒന്ന് അനങ്ങും, ആ സമയം കൊണ്ട് പിടിച്ചു കയറ്റും. ഇതാ BJP ചെയ്യുന്നത്. BJP നല്ല ടൈറ്റിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് വിട്ടുകൊടുത്തു. അപ്പോൾ സമരക്കാരടിയായി പിടിയായി. അതിനകത്ത് ഖാലിസ്ഥാൻ വാദി ഇറങ്ങി, 370 വേണ്ടവനിറങ്ങി, നരേന്ദ്രമോദിയെ കൊല്ലാനുള്ളവനിറങ്ങി, ഇവിടുത്തെ ഗ്യാങ്സ്റ്ററുകൾ മൊത്തം ഇറങ്ങി, ചൈന എംബസിയുമായിട്ട് ഈ CJPയുടെ ആൾക്കാർ ചർച്ച ചെയ്യുന്നതായിട്ട് ഉള്ള ഇത് വന്നു. ജോർജ് സോറസിൻ്റെ ഫണ്ട് ഉണ്ടോ എന്നുള്ള രീതിയിലേക്കും, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളതും ഇവർക്ക് വരുന്ന ഫണ്ടുകളും ഇവരുമായിട്ട് ബന്ധപ്പെടുന്ന ഫോൺ കോളുകളും മറ്റു പലതും IB പരീക്ഷിച്ചു തുടങ്ങി. ഏറ്റവും അവസാനം പരസ്യമായിട്ട് പന്നവും ഇറങ്ങി. അപ്പം ഏതാണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ പിള്ളേരെ അങ്ങോട്ട് ഇറക്കിയിരുത്തി എങ്ങോട്ടെന്ന് നോക്കി വിജയിച്ചു, സക്സസ് ആയി. ക്ലിയർ പിക്ചറായി. അതായത് സംഭവം കുറേശ്ശെ ആൾക്കാരെ ഇറക്കി മൊത്തത്തിനെയും കൂടെ പിടിക്കുന്ന ഒരു രീതിയാണല്ലോ ഈ CA സമരത്തിലും ഖാലിസ്ഥാൻ കർഷക സമരം അത്ര നീട്ടിക്കൊണ്ടു പോയതിനകത്ത് അത്രയും ദിവസം എന്താ പഴയതുപോലെ കർഷക സമരത്തിനകത്ത് കാനഡയിൽ നിന്നും ഈ പറയുന്ന അമേരിക്കയിൽ നിന്നും ഒക്കെ വന്ന് സമരം ചെയ്തിട്ട് അങ്ങ് തിരിച്ചു പോകുന്ന ആൾക്കാർ ഇപ്പം സമരം ചെയ്യാൻ വരാത്തെ. അന്ന് വന്ന അക്കൗണ്ട്, അന്ന് അതിന് വന്ന ഫണ്ട്, അന്ന് ഇവിടെ വന്നിട്ട് തിരിച്ചു കയറിപ്പോയതിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെ ഉള്ളവർ പരിശോധിച്ചിട്ട് മൊത്തം ആളിനെ നോട്ട് ചെയ്തായിരുന്നു. നോട്ട് ചെയ്തിട്ട് ആ ഫണ്ട് വരുന്നതിൻ്റെ മൊത്തം ഇനി ഇവിടെ ഇന്ത്യയിലേക്ക് തിരിച്ചു കയറി വന്നാൽ നീ ഒരിക്കലും തിരിച്ച് കാനഡയിൽ പോകത്തില്ല എന്നുള്ള രീതിയാണ് മനസ്സിലാകുന്നു. അവൻ കയറി പോകത്തില്ല അതേ രീതിയിലേക്ക്. അതുകൊണ്ട് ഇപ്പോൾ പിന്നെ കർഷക സമരങ്ങൾക്കകത്ത് ഈ ഖാലിസ്ഥാൻ വാദത്തിനകത്ത് നേരത്തെയുള്ള അത്രയും പ്രൊമോഷൻ കിട്ടാൻ ഇതിനകത്തും ഈ പറഞ്ഞ കാര്യം ചെയ്യും. നമ്മളിതിനെ പറഞ്ഞ പോലെ രഞ്ജിനി ഹരിദാസും ടോവിനോയും ഒക്കെ അവസാനം ലിസ്റ്റ് ചെയ്ത് വരുമ്പം ഇതൊക്കെ തണുത്ത് കാര്യങ്ങൾ എല്ലാം ഓക്കെ ആയി, ആരൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് അതിനകത്തൊരു ഇടപെടൽ നടത്തി കൈകാര്യം ചെയ്ത് നമ്മൾ പലപ്പോഴും ഇല്ലേ PFIക്കാരനടുത്ത് പറഞ്ഞ പോലെ അവലും മരളും കരുതിക്കോ ഞങ്ങളിതാ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ജയശങ്കർ പറഞ്ഞു കേട്ടോ, ഇവിടെ കൊച്ചി ചെറുക്കന്മാരെ നിനക്കറിയത്തില്ല, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്, ഈ ഇവിടുത്തെ സംവിധാനത്തെ പറ്റി നിനക്കറിയത്തില്ല, നീ ഇല്ല കൊച്ചു പിള്ളേർ വർത്താനം പറയുന്ന പോലെ പറയാം, അവർ ഈ കരുതിക്കോ എന്നൊക്കെ പറയും, അവസാനം നിന്നെ എല്ലായിടത്തും തൂത്തുവാരിക്കൊണ്ടങ്ങ് പോകുന്നു. അന്നയാളുടെ സമരത്തിന് ശേഷം പറയുന്നു അതുപോലെ തന്നെ പറ്റിയില്ല, ഒരു വെളുപ്പാങ്കാലത്ത് വന്നവന്മാരെ കൊണ്ടുപോയില്ലേ എന്ന് പറഞ്ഞാൽ ഇവർക്കറിയത്തില്ലല്ലോ ഈ സംവിധാനം. നല്ല അല്ലെങ്കിൽ നമ്മുടെ CRPF പോലും വേണ്ട ഇതിനെ തൂത്തുവാരിയെടുത്ത് അതിനകത്തോട്ട് ഇട്ടുകൊണ്ട് പോകാൻ. പക്ഷെ ഈ തൂത്തുവാരുന്നതിന് മുമ്പ് ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ആരാണ്, എത്ര വലുപ്പത്തിൽ ഇതുണ്ട്, എവിടം വരെയൊക്കെ ഇരിപ്പുണ്ട് എന്നുള്ളതൊന്ന് പരീക്ഷിച്ചിട്ട് അതിനെ എല്ലാം കൂടെ തൂത്തുവാരും. വീണ്ടും ഇത് വരും, എന്നാലും തൂത്തുവാരുമ്പം വൃത്തിയായിട്ട് തൂത്തുവാരണം. നമ്മുടെ ഇവിടുത്തെ തൂത്തുവാരിട്ട് കൂട്ടാവരുത്, അവിടെ ഇവിടെ പറ്റിയിരിക്കുന്നതായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകണം. അപ്പൊ അതേ ഇപ്പൊ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായി. അതായത് ആ പറഞ്ഞ ഉടുപ്പ് ഊരിയിട്ട് നിന്ന് പറഞ്ഞില്ലേ ഒരുത്തൻ, നരേന്ദ്രമോദിയെ കൊന്ന് നെഞ്ചത്ത് കയറിയെന്ന് വായിക്കാത്ത മൂത്രം ഒഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ പലരും വെളിയിൽ നിപ്പുണ്ട്. അപ്പോൾ അതിനാണ് ഇപ്പോൾ പറഞ്ഞത് മോദിയെ തീർക്കണം, ഡൽഹി തീരണം. അതും കൊണ്ടും തൃപ്തിയാവത്തില്ല, ഇന്ത്യയെ കഷ്ണമായിട്ട് വിഭജിക്കണം, 10 കോടി രൂപ തന്നേക്കാം പന്നും. ഇങ്ങനെ പലരും പന്നും വിളിച്ചു പറഞ്ഞു, ബാക്കിയുള്ളവർ രഹസ്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഉറപ്പായി. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഈ പറയുന്ന കേന്ദ്രമന്ത്രി കുഴപ്പക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയ്ക്കകത്ത് വന്ന കുഴപ്പം ഒരിക്കലും ന്യായീകരിക്കാൻ നമ്മളില്ല. എനിക്കതിനകത്ത് ഒരു ന്യായീകരണമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത്. അയാൾക്ക് ഈ പ്രാവശ്യം ഇതിനു മുമ്പും ഈ പാളിച്ച പറ്റിയിട്ടുണ്ട്. അത്തരത്തിൽ പണ്ട് പാളിച്ച പറ്റി സാറിനെ ഞാനൊരു കുറ്റം പറയാം, സാറേ ചെയ്ത ശരിയില്ലെന്ന് പറയുമ്പോൾ
ആ മറ്റയാൾ ചെയ്തില്ല, ഇയാൾ ചെയ്തില്ല, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്തില്ലയോ, അപ്പൂപ്പൻ ചെയ്തില്ല, ഇയാളെ വീട്ടുകാർ ചെയ്തില്ലയോ എന്ന് പറയുന്നതല്ലല്ലോ എൻ്റെ ശരി. നിങ്ങൾ ശരി ചെയ്യാനാണ് നിങ്ങളെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ന്യായീകരണമൊന്നും രാഷ്ട്രീയ ന്യായീകരണമൊന്നും വേണ്ട. BJP 2014 ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു ഭരണത്തിനകത്ത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടി രാജ്യത്തിന് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണാധികാരി എന്നുള്ളതാണ്. അല്ലെ BJP-കാരനായതുകൊണ്ടല്ല. അപ്പോൾ അതിനകത്ത് ഇരിക്കുന്നവർ ആ ഉത്തരവാദിത്വത്തിലല്ലെങ്കിൽ അയാളെ മാറ്റുന്നതിന് വേണ്ടി നരേന്ദ്രമോദി തീരുമാനം എടുക്കണം. പക്ഷേ ഇപ്പം അതിൻ്റെ പിറകിൽ നടക്കുന്നത് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന ശക്തികളെ ഉപയോഗിച്ച് രാജ്യത്ത് ഇതിൻ്റെ പേരിൽ ഒരു കലാപം ഉണ്ടാക്കാനാണ് ഈ പാറ്റകൾ CJP നിൽക്കുന്നതുകൊണ്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് ന്യായീകരണം കാണുന്നത്. അല്ലാതെ നീറ്റ് പരീക്ഷയ്ക്കകത്ത് വന്ന അപാകതയും മറ്റു പലതൊന്നും നമ്മൾ ന്യായീകരിക്കാനില്ല. അത് അപാകത തന്നെയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളോടും യുവജനങ്ങളോടും ഉത്തരവാദിത്വമില്ലാത്ത ഒരു സമീപനം ആ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അത് ഒരു ഉദ്യോഗസ്ഥൻ്റെയും പുറത്ത് വഴിചാരി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആ ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ധൈര്യം, മനസ്സിലായില്ലേ, അവർക്കുണ്ടായത് ഇയാളുടെ വീഴ്ച തന്നെയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതൊന്നും അല്ല കാര്യം. ഇതിൻ്റെ പിറകിൽ വേറെ ചില അജണ്ടകളാണ്, ഇന്ത്യയെ നശിപ്പിക്കലാണ്. അതൊക്കെ ഏതാണ്ട് വെളിച്ചത്തായി തുടങ്ങി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.